ഹായ് എവരി വൺ, വെൽക്കം ടു ട്രിപ്സ് ആൻഡ് ട്രീറ്റ്സ്. ഇന്നൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അതൊരു കിടിലൻ ബീഫ് മന്തിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ചിക്കൻ മന്തിയേക്കാളും മട്ടൻ മന്തിയേക്കാളും ഒക്കെ ടേസ്റ്റ് കൂടുതൽ ബീഫ് മന്തിക്ക് തന്നെയാണ് കേട്ടോ. ഈ ഒരു മന്തിയുടെ റെസിപ്പി എന്ന് പറയുന്നത് കുറച്ച് സ്പൈസിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മലയാളികൾക്കൊക്കെ കുറച്ച് എരിവൊക്കെ ഇഷ്ടമുള്ള കൂട്ടത്തിലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും ഇഷ്ടമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ വീഡിയോ കണ്ടു നോക്കിയാലോ. ബീഫ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഹോൾ സ്പൈസസ് കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട്. 2 ടീസ്പൂൺ കൊത്തമല്ലി, 4 ബേ ലീവ്സ്, 3 പീസ് പട്ട, 4-5 ഏലക്ക, അതുപോലെ തന്നെ 4-5 ഗ്രാമ്പു, 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ വലിയ ജീരകം എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഉലുവയും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ബീഫ് കുക്കറിലാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ടൊരു കുക്കറാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ലോ ടു മീഡിയം ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ കുക്കറെല്ലാം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓയിലൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഹോൾ സ്പൈസസ് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ സവാള ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 3 മീഡിയം സൈസ് സവാളയാണ് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ഒന്ന് ചെറുതായിട്ട് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതാണ്. ഇങ്ങനെ പേസ്റ്റ് പോലെ ഒന്നല്ല, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പേസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ജസ്റ്റ് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ആദ്യം ഞാൻ അറബിക് മസാലപ്പൊടി 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ മസാലപ്പൊടി ഞാൻ വീട്ടിലുണ്ടാക്കിയ പൊടി തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നോക്കാവുന്നതാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അറബിക് മസാലപ്പൊടി തന്നെയാണ്. അപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന ആ പൊടിക്കൊരു വേറെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഓപ്ഷനിലാണ്. പക്ഷേ നമ്മൾ ഇറച്ചിയൊക്കെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് മഞ്ഞൾപ്പൊടി ചേർത്തില്ലെങ്കിൽ ഒരു ഇതുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനി നമ്മൾ ചേർക്കുന്നത് മാഗിയുടെ ബീഫ് ക്യൂബാണ്. അപ്പോൾ ഈ ഒരു പാക്കിൽ 2 ക്യൂബാണ് ഉള്ളത്. അപ്പോൾ അത് നമ്മൾ 2 എണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീഫ് ക്യൂബ് നമുക്ക് സൂപ്പർ മാർക്കറ്റിലെല്ലാം മേടിക്കാൻ കിട്ടും കേട്ടോ. എന്നിട്ടെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. 4 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ 250 ഗ്രാം ബീഫാണ് എടുത്തിട്ടുള്ളത്. എല്ലോട് കൂടിയ ബീഫാണ് കേട്ടോ. നമ്മൾ ബിരിയാണിക്കൊക്കെ എടുക്കുന്ന പോലെ തന്നെയാണ്. എന്നാൽ വലിയ പീസൊന്നുമല്ല, ഒരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാല എല്ലാം ഈ ബീഫിൽ പിടിക്കുന്ന വിധത്തിൽ ഒരു 2 മിനിറ്റ് നേരം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ടൈമിൽ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബീഫ് ക്യൂബിൽ ഉപ്പുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ സവാള ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്ന ടൈമിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മളിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ ഒരു മീഡിയം ക്യാപ്സിക്കം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഇതുവരെ കുക്ക് ചെയ്തെടുത്തത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം, ഫ്ലെയിം കൂട്ടി വെക്കാതെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കം ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ക്യാപ്സിക്കം ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ആരും മന്തി ഉണ്ടാക്കാതിരിക്കേണ്ട, കുഴപ്പമില്ല. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് കുറച്ച് കുറവുള്ള പോലെ തോന്നിയിട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കൊരു 4-5 വിസിലാവുന്ന വരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോ ബീഫിനും വേവ് കൂടിയും കുറഞ്ഞെല്ലാം ഇരിക്കും കേട്ടോ. അപ്പോൾ അതനുസരിച്ച് വേണം കുക്ക് ചെയ്യാനായിട്ട്. ഇനി മന്തിയുടെ റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ബസ്മതി സെല്ല റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ച് നേരം കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ അത് ഏകദേശം ഞാൻ അരമണിക്കൂർ കൂടുതൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഞാനിവിടെ 3.5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് കേട്ടോ. മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇനി ഇതൊന്ന് മൂടി വെച്ച് വെള്ളം ഒന്ന് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ച അരി ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു ബീഫ് ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം.
അങ്ങനെ മന്തിയുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വാർത്ത് വെക്കാം. അപ്പോഴേക്കിതാ ബീഫൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനെടുത്ത കുറച്ച് ചെറിയ കുക്കറായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പുറത്തേക്കൊക്കെ ഇതുപോലെ വന്നിട്ടുണ്ട്. ബീഫൊക്കെ നല്ലപോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമാണ് ഓൺ ആക്കിയിട്ടുള്ളത്. പാനൊന്ന് ചൂടായി വരുമ്പോൾ 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ എണ്ണയൊക്കെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്രേവിയിൽ നിന്ന് ബീഫിൻ്റെ കഷ്ണങ്ങൾ മാത്രം എടുത്തിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. നമുക്ക് വേണമെങ്കിൽ ഈ മസാല തന്നെ റൈസിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഇങ്ങനെ ഒരു ബീഫൊന്ന് ചെറുതായിട്ട് പൊരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് റൈസിൻ്റെ കൂട്ടത്തിൽ ഡയറക്റ്റ് നമ്മുടെ ബീഫ് മസാല ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചൊരു ടേസ്റ്റ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരതൊന്നും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇങ്ങനെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാ കുറച്ച് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഒന്നും കൂടെ നമുക്ക് മുരിച്ചെടുക്കാം. മസാലയൊക്കെ പിടിച്ച് കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് ബീഫ് ഇതാ കുറച്ചൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഡ്രൈ ആവണമെന്നില്ല കേട്ടോ. കുറച്ചൊന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1-2 മിനിറ്റ് നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ ബീഫ് ഒന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ ആദ്യം ഗ്രേവി ഒന്ന് ചോറുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ ഇതാ ചോറൊക്കെ വെള്ളം വാർത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്രേവി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ചോറ് അങ്ങിങ്ങായിട്ട് കുറച്ച് മാറ്റി കൊടുത്തിട്ട് ആ ഒരു ഭാഗത്ത് നമ്മൾ ഗ്രേവി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് ഈ കാണിക്കുന്ന പോലെ ഇതാ കുറച്ച് അങ്ങിങ്ങായിട്ട് ഗ്രേവി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ബിരിയാണി നമ്മൾ ദമ്മ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെയർ ചെയ്ത് കൊടുക്കുമല്ലോ. ആദ്യം ചോറ് പിന്നെ മസാല അങ്ങനെ നമ്മൾ ലെയർ ചെയ്ത് കൊടുക്കുമല്ലോ. അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ്. ചോറൊന്ന് മാറ്റി കൊടുത്തിട്ട് അവിടെ നമ്മൾ മസാല ചേർക്കണം. എന്നിട്ട് ആ മസാല കവർ ചെയ്യുന്ന വിധത്തിൽ നമ്മൾ ചോറ് മാറ്റി കൊടുക്കുക. എന്നിട്ട് അപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ ചോറൊന്ന് മാറ്റിയിട്ട് മസാല ചേർത്ത് കൊടുക്കണം. അങ്ങനെ നമ്മൾ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് മസാല ചോറിൻ്റെ അടിയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷണലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ട് ഈ ഒരു കളർ ഉള്ളതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കയ്യിലില്ലാന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് ടേസ്റ്റിൽ വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാക്കുന്നില്ല. ടേസ്റ്റ് കൂട്ടുന്നോ കുറക്കുന്നൊന്നും ഇല്ല. ജസ്റ്റ് കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ അല്ലെങ്കിൽ നെയ്യിലോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ബീഫ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഫൈനലായിട്ട് മന്തി എന്ന് പറയുമ്പോൾ ആ ഒരു സ്മോക്കി ഫ്ലേവറൊക്കെ വരണമല്ലോ. അപ്പോൾ അതിനായിട്ട് ചാർക്കോൾ വെക്കാനായിട്ട് സൈഡിലായിട്ട് കുറച്ച് സ്പേസ് വിട്ടിട്ടുണ്ട്. അതിനായിട്ട് ഇതാ ഒരു ചാർക്കോളിൻ്റെ പീസ് ഇങ്ങനെ നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് ഇങ്ങനെ കത്തിച്ചെടുക്കുകയാണ്. എന്നിട്ട് ശേഷം ഈ ഒരു സ്റ്റീലിൻ്റെ ഈ പാത്രത്തിലോട്ട് ഇട്ട് 2-3 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് പെട്ടെന്ന് തന്നെ അത് മൂടി വെക്കണം കേട്ടോ. എന്നാലാണ് ആ ചോറിൽ ആ ഒരു സ്മോക്കി ഫ്ലേവറും ആ ഒരു സ്മെല്ലും എല്ലാം വരുള്ളൂ. എന്നിട്ട് ഇതാ മൂടി വെച്ചിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റ് വെക്കണം കേട്ടോ. അതിനുശേഷം തുറന്ന് നോക്കാം. എയർ ഒട്ടും കിടക്കാത്ത വിധത്തിൽ അതൊന്ന് അടച്ചു വെക്കണം കേട്ടോ. എന്നാലാണ് ഫുള്ളായിട്ട് ആ ഒരു ആവി ആ ചോറിലും ആ ബീഫിലൊക്കെ പിടിച്ച നല്ലൊരു ടേസ്റ്റും ഒരു സ്മോക്കി ഫ്ലേവറും ഒക്കെ നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ ബീഫ് മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബീഫും മസാലയും അതുപോലെ തന്നെ ചോറും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു റെഡ് കളർ ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് റെഡ് കളർ ഇല്ലാത്ത കാരണം ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ ആ കളറിൻ്റെ ഒരു കുറവുണ്ട്. പക്ഷേ കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചിക്കൻ മന്തിയേക്കാളും മട്ടൻ മന്തിയേക്കാളും ഒരുപാട് ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ ബീഫ് മന്തിക്ക്. അപ്പോൾ ഇതുവരെ ബീഫ് മന്തി ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഇനേബിൾ ചെയ്ത് വെച്ച് അതിലോൾ കൊടുത്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓൾ ടേക്ക് കെയർ ആൻഡ് ബൈ.